നമസ്കാരം. നമുക്ക് പണത്തെക്കുറിച്ച് സംസാരിച്ചാലോ? പക്ഷേ ഇത് വെറും കണക്കുകളെക്കുറിച്ചല്ല കേട്ടോ, മറിച്ച് നമ്മുടെ മനസ്സിനെക്കുറിച്ചാണ്. നമ്മുടെ ഓരോ സാമ്പത്തിക തീരുമാനങ്ങൾക്ക് പിന്നിലും ഒളിഞ്ഞിരിക്കുന്ന സൈക്കോളജി എന്താണെന്ന് നമുക്കൊരുമിച്ച് നോക്കാം. പണം മാനേജ് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നതെന്താ? കുറേ കണക്കുകളും ഗ്രാഫുകളുമൊക്കെയല്ലേ? നമ്മളിൽ പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ നമ്മുടെ സാമ്പത്തിക തീരുമാനങ്ങളെ ശരിക്കും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സും ചിന്തകളുമാണെങ്കിലോ? അതെ, അതാണ് സത്യം. അതുകൊണ്ടുതന്നെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പണവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അടിമുടി മാറ്റാൻ സഹായിക്കുന്ന സയൻസ് ബാക്കപ്പുള്ള 4 സൈക്കോളജിക്കൽ വഴികളാണ്. അപ്പോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നല്ലേ? അതാണ് കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ്. പേര് കേട്ട് പേടിക്കണ്ട, സംഭവം സിമ്പിളാ. പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താരീതി ഒന്ന് മാറ്റിമറിക്കുക. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, മറ്റെല്ലാ സാമ്പത്തിക മാറ്റങ്ങളുടെയും ഫൗണ്ടേഷൻ ഇതാണ്. അതായത്, നമ്മുടെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ രൂപപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? നമ്മുടെ വിശ്വാസങ്ങളാണ്. 2020 ജപ്പാനിൽ നടന്നൊരു പഠനത്തിൽ സാറ്റോ എന്ന ഗവേഷകൻ കണ്ടെത്തിയതും ഇതുതന്നെയാണ്. സാമ്പത്തിക ശീലങ്ങൾ ശരിക്കും മെച്ചപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പണത്തെക്കുറിച്ചുള്ള നമ്മുടെ പഴയ, ചിലപ്പോൾ നെഗറ്റീവായ വിശ്വാസങ്ങളെ മാറ്റിയെഴുതുകയാണ്. ഈ ചിന്തകളിലെ വ്യത്യാസം നോക്കിക്കേ. പണമുണ്ടാക്കാൻ ഭയങ്കര പാടാണെന്ന് ചിന്തിക്കുന്നത് നമ്മളെ ഒന്നിനും ശ്രമിക്കാതെ പിന്നോട്ട് വലിക്കും. എന്നാൽ അത് നേടാൻ പുതിയ വഴികളുണ്ട് എന്ന ചിന്തയോ, അത് നമ്മളെ പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കും. ഇതൊരു ചെറിയ മാറ്റമായിട്ട് തോന്നാമെങ്കിലും ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ്. ഇതാണ് കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗിന്റെ പവർ. ഓക്കെ, അപ്പൊ നമ്മുടെ ചിന്തകളൊക്കെ നമ്മൾ മാറ്റി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുക. അതാണ് സോഷ്യൽ മോഡലിംഗ്. അതായത്, വിജയിച്ച ആളുകളുടെ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമുക്കെങ്ങനെ മുന്നോട്ടു പോകാമെന്ന് നോക്കാം. ഐഡിയ വളരെ സിമ്പിളാണ്. സാമ്പത്തികമായി വിജയിച്ച ആളുകളെ റോൾ മോഡൽസ് ആക്കുക. ജപ്പാനിലൊക്കെ കമ്മ്യൂണിറ്റി വെൽത്ത് സർക്കിൾസ് എന്നൊരു സംഭവമുണ്ട്. അത് ഇതിന്റെ ഒരു ഉഗ്രനുദാഹരണമാണ്. അവിടെ ആളുകൾ ഒരുമിച്ചിരുന്ന് സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യും. നമുക്ക് ചുറ്റും നോക്കിയാൽ മതി, വിജയിച്ചവരെ നിരീക്ഷിച്ച് അവരുടെ നല്ല ശീലങ്ങൾ നമ്മളിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോ ഒരു റോൾ മോഡലിനെ കിട്ടിയാൽ മാത്രം മതിയോ? പോരാ, നമ്മൾ എന്തൊക്കെയാണ് അവരിൽ നിന്ന് പഠിക്കേണ്ടത്? അവരുടെ പണം ചെലവാക്കുന്ന രീതികൾ ശ്രദ്ധിക്കുക, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, പണത്തിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കുക. ഏറ്റവും പ്രധാനമായി, ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ അവരെങ്ങനെയാണ് കൂളായി അതിനെ നേരിടുന്നതെന്ന് പഠിക്കുക. ഇത് നമുക്ക് മുന്നോട്ടുള്ള വഴിയിൽ ഒരു ക്ലിയർ ഐഡിയ തരും. പുറത്തേക്ക് നോക്കിയതു മതി, ഇനി കുറച്ചുനേരം നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിയാം. നമ്മുടെ മൂന്നാമത്തെ രീതിയാണ് ആത്മബോധം അഥവാ സെൽഫ് അവെയർനെസ്. നമ്മുടെ ഓരോ രൂപവും എങ്ങോട്ട് പോകുന്നു എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ വികാരങ്ങളെയും മോട്ടിവേഷൻസിനെയും മനസ്സിലാക്കുക. ഒരു നിമിഷം ഒന്നാലോചിച്ചു നോക്കിക്കേ, നിങ്ങൾ അവസാനമായി എന്തെങ്കിലും വാങ്ങിയത് എന്തിനായിരുന്നു? ശരിക്കും ഒരു ആവശ്യമുണ്ടായിട്ടായിരുന്നോ? അതോ വെറുതെ ബോറടിച്ചതുകൊണ്ടോ, സങ്കടം വന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരുന്നോ? നമ്മുടെ ഓരോ സാമ്പത്തിക തീരുമാനത്തിനു പിന്നിലും ഒരു ഇമോഷൻ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോ ഈ ഇമോഷണൽ സ്പെൻഡിങ്ങിനെ എങ്ങനെ പിടിച്ചുകെട്ടാം? അതിന് സിമ്പിളായിട്ട് 3 വഴികളുണ്ട്. ഒന്ന്, പണം ചിലവഴിക്കാൻ തോന്നലുണ്ടാക്കുന്ന ആ സാഹചര്യം, ആ ട്രിഗർ എന്താണെന്ന് തിരിച്ചറിയുക. 2, ആ സമയത്ത് നിങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കുക. സന്തോഷാണോ, സങ്കടാണോ, സ്ട്രെസ്സാണോ? മൂന്നാമത്തേത്, പേഴ്സ് തുറക്കുന്നതിന് മുൻപ് 1 സെക്കൻഡ് നിർത്തിയിട്ട് സ്വയം ചോദിക്കുക, എനിക്കിത് ശരിക്കും ആവശ്യമുണ്ടോ? നമ്മുടെയൊക്കെ ചെലവഴിക്കലിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കോമൺ വികാരങ്ങളാണിത്. ഭയം കാരണം ഒരുപാട് ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റസ് കാണിക്കാൻ വേണ്ടി പുതിയ ഫോൺ വാങ്ങുന്നത്, അതുമല്ലെങ്കിൽ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റാത്തതിന്റെ കുറ്റബോധം മറക്കാൻ അവർക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങി നൽകുന്നത്. ഇതെല്ലാം ഇമോഷണൽ സ്പെൻഡിംഗ് ആണ്. ഈ വികാരങ്ങളെ തിരിച്ചറിയുന്ന ആ നിമിഷം തന്നെ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനുള്ള പവർ നിങ്ങളുടെ കയ്യിലായി. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളില്ലേ, ചിന്ത, മാതൃക, ആത്മബോധം, ഇതെല്ലാം കൂടി ഒരുമിപ്പിക്കുന്ന ഒരു കിടിലൻ പ്രാക്ടിക്കൽ ടൂൾ പരിചയപ്പെട്ടാലോ? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ജാപ്പനീസ് രീതിയാണ്. പേര് കെഗിബോ. കെഗിബോയെ നമുക്കൊരു ബഡ്ജറ്റ് ഡയറി എന്നൊക്കെ വിളിക്കാം. പക്ഷേ ഇത് വെറും വരവ് ചെലവ് കണക്കല്ല കേട്ടോ. കാരണം ഇത് അക്കങ്ങൾക്കപ്പുറം നിങ്ങളുടെ വികാരങ്ങളെ കൂടി കണക്കിലെടുക്കുന്നു. അതുകൊണ്ടുതന്നെ പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവത്തെ തന്നെ മാറ്റാൻ കഴിവുള്ള ഒരു പവർഫുൾ ടൂളാണിത്.
കക്കീബോ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ വരവും ചെലവും ഒരു ഡയറിയിൽ എഴുതി വെക്കുക. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ്. വെറും അംഗങ്ങൾ എഴുതിയാൽ പോരാ. ആ ഓരോ ചെലവും നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണ് തന്നതെന്നും കൂടി എഴുതണം. ഒരു കാപ്പി കുടിച്ചത് നിങ്ങൾക്ക് സന്തോഷം തന്നോ? ഒരു പുസ്തകം വാങ്ങിയത് സംതൃപ്തി നൽകിയോ? ഇങ്ങനെ ഓരോ ദിവസവും ചെയ്യുമ്പോൾ നിങ്ങളുടെ പണം എവിടെയാണ് നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം നൽകുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ ഇതിന്റെ റിസൾട്ട് വളരെ പവർഫുൾ ആണ്. ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് ഓരോ രൂപ ചെലവഴിക്കുമ്പോഴും നിങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മബോധം വർദ്ധിപ്പിക്കും. അത് ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ചിന്തകളെയും ശീലങ്ങളെയും മാറ്റാൻ സഹായിക്കും. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ, സാമ്പത്തിക ഭദ്രത എന്നത് ലോട്ടറി അടിക്കുന്നത് പോലെയോ ഭാഗ്യം കൊണ്ടോ സംഭവിക്കുന്ന ഒന്നല്ല. അതിനൊരു വ്യക്തമായ ശാസ്ത്രമുണ്ട്. അതിന്റെ അടിത്തറയാകട്ടെ മനഃശാസ്ത്രവുമാണ്. അപ്പൊ നോക്കൂ, നിങ്ങളുടെ സാമ്പത്തിക ജീവിതം അടിപൊളിയാക്കാനുള്ള 4 സയന്റിഫിക് ടൂൾസാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത്. ചിന്തകളെ മാറ്റാൻ കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ്, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ സോഷ്യൽ മോഡലിംഗ്, നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ ആത്മബോധം, പിന്നെ ഇതെല്ലാം പ്രായോഗികമാക്കാൻ കക്കീബോയും. പക്ഷേ വെറുതെ അറിഞ്ഞിരുന്നാൽ മാത്രം മതിയോ? പോരല്ലോ. ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു തുടക്കമാകട്ടെ. അപ്പോ എന്റെ ചോദ്യം ഇതാണ്: ഈ ശാസ്ത്രീയ രീതികൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ മുതൽ പരീക്ഷിച്ചു തുടങ്ങും?